വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷന്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാണ് കേട്ടോ. അവിടെ നോക്കൂ, NC9 ഈക്വൽ ടു NC3 അല്ല തന്നിരിക്കുന്നത്, എങ്കിൽ NP4 കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ആദ്യം തന്നെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ്: NCR ഈക്വൽ ടു NCN-R. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനൊരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇഫ് NC some 8 ഈക്വൽ ടു NC3 ആണെന്ന് വിചാരിക്കുക. എങ്കിൽ N എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നമുക്ക് എഴുതാൻ പറ്റും. 8 2 11 11 രണ്ടും കൂടി കൂട്ടിയിട്ട്. കാരണം നോക്കിയൊക്കെ, ഇതും കൂടി ആഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് N അല്ലേ. അപ്പൊ ആ ഒരു ഐഡിയ കേട്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ നോക്കിയേ എന്താ തന്നിരിക്കണേ, NC9 ഈക്വൽ ടു NC3 ആണ് അല്ലെ. എങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും N ഈക്വൽ ടു 9 പ്ലസ് 3 ആണ്. എത്രയാ? 9 10 11 12 അല്ലെ. സോ N ഈക്വൽ ടു 12 കിട്ടി. NP4 കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 P4 അല്ലേ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. എന്തായിരുന്നു NP4 ഇക്വേഷൻ? 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 12 മൈനസ് 4 ഫാക്ടോറിയൽ. ആകെ കുറച്ച് ഇക്വേഷൻ നമുക്കിവിടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ തിയറി പാർട്ട് ഇടാണ്ടിരുന്നത്. ആവശ്യമുള്ളതെന്ന് പറയുന്നത് NPR എന്ന് പറയുന്നത് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ. പറഞ്ഞ പഠിച്ചില്ലേ? ഓക്കെ, ഇതൊന്നും നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 12ന്ന് 4 പോയാൽ എത്ര ബാക്കി? 8 അല്ലേ ഉള്ള. 8 4 അല്ലേ 12. 8 ഫാക്ടോറിയൽ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മോൾ ഭാഗം, അതായത് മുകളിലത്തെ ഭാഗത്തിന് 8 എത്തണ വരെ നമുക്ക് കാണിക്കാലോ. ഞാൻ 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9, പിന്നെ വരുന്ന 8 ഫാക്ടോറിയൽ താഴെ കിടക്കുന്ന 8 ഫാക്ടോറിയൽ ആയിട്ട് കട്ട് ചെയ്തു പോയി. ശരിയല്ലേ? അപ്പൊ ഇത്രയും ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതിയല്ലോ. ഇത്ര ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യൂ. എത്ര ആൻസർ കിട്ടും? 11880 ആൻസർ കിട്ടും അല്ലെ. 11,880 നമുക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോയാലോ. സെക്കൻഡ് പ്രോബ്ലം എന്താ തന്നിരിക്കണേ? 8 ഇൻറ്റു 10PR പ്ലസ് 4 റേഷ്യോ ആണ് അല്ലെ, ഈസ് ടു 7 ഇൻറ്റു എന്താ തന്നിരിക്കുന്നത്? 7 ഇൻറ്റു 8PR പ്ലസ് 2. ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യല്ല പറഞ്ഞേക്കണേ. അപ്പൊ ഞാൻ അതിനെ ഡിവിഷനിലേക്ക് എടുക്കാൻ പോവാണേ. അതായത് 8 ഇൻറ്റു ഈ 10PR പ്ലസ് 4നെ എനിക്ക് എങ്ങനെ എഴുതാം? NPRന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 മൈനസ് R മൈനസ് 4, R പ്ലസ് 4. അതായത് 10 മൈനസ് നമ്മൾ N മൈനസ് R അല്ലേ. ആറിന് പകരം ഇവിടെ കിടക്കുന്നത് എന്താ? R പ്ലസ് 4 അല്ലെ. അപ്പൊ ഉള്ളിലേക്ക് കൊടുത്തേ എന്താ കിട്ടുക നമുക്ക്? 10 മൈനസ് 6 മൈനസ് 4 അല്ലെ. 10 4 പോയ എത്ര? 6. 6 മൈനസ് R അല്ലെ. അപ്പൊ 6 മൈനസ് R ഫാക്ടോറിയൽ വരും. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ ആ 7ന്റെ സംഭവത്തിന് ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണേ. ഇതുപോലെ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ താഴത്തെ എന്താ വരാ? 8 മൈനസ് R പ്ലസ് 2 അല്ലെ. അതും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തേ. 8 മൈനസ് R മൈനസ് 2 എന്ന് പറയുമ്പോ 6 മൈനസ് R അല്ലെ. അതും നമുക്ക് 6 മൈനസ് R ഫാക്ടോറിയൽ ആയി. ശരിയല്ലേ? എങ്കിൽ 6 മൈനസ് R ഫാക്ടോറിയൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞൂടെ. ബാക്കിയുള്ളവർ നമുക്കൊന്ന് ഭംഗിയാക്കി എടുക്കാം അല്ലെ. അതേപോലെ 10 ഫാക്ടോറിയൽ മുകളിൽ എടുക്കുന്നുണ്ട്, താഴത്തെ 8 ഫാക്ടോറിയൽ എടുക്കുന്നുണ്ട്. അപ്പൊ 8/7 അടുത്താണ് എടുക്കട്ടെ കേട്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോൾ ഭാഗത്ത് എനിക്ക് 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ വരുമ്പോ മുകളിലത്തെയും താഴത്തെയും 8 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോയി. ബാക്കി ഇത്രയല്ലേ ഉള്ളൂ. ഇതിനെ മൾട്ടിപ്പിൾ ചെയ്ത് സോൾവ് ചെയ്താൽ മതിയല്ലോ. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്ത് കഴിയുമ്പോ 720/7 എന്ന് കിട്ടും. അപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞ് എഴുതുമ്പോ നമ്മൾ എന്താ എഴുതാ? 720:7 ആക്കി എഴുതാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത എന്താ തന്നിരിക്കുന്നത്? തേർഡ് വൺ. N plus 3 factorial is equal to 56 into N plus 1 factorial. Nന്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കണേ. നോക്കിയേ, നമുക്ക് ഇതിനെ ഇങ്ങനെ ചെയ്ത് നോക്കി കൂടെ. അതായത് ഇതിൽ ആരെ നമുക്ക് ഏറ്റവും വലുതാരാ? N+3 അല്ലേ. അപ്പൊ വലിയ ആളൊന്ന് ജസ്റ്റ് എക്സ്പാൻഷൻ കൊടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് N+3 ഇൻറ്റു അതേപോലെ N അടുത്തത് എന്താ വരാ? അതിനേക്കാളും ഒന്ന് കുറവ് അല്ലെ. എന്ന് പറഞ്ഞാൽ N+2 ഇൻറ്റു പിന്നെ N+1 ഫാക്ടോറിയൽ വെച്ച് നിർത്തി. അപ്പുറത്ത് എടുക്കണ N+1 ഫാക്ടോറിയലിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തേ. അപ്പൊ N+1 ഫാക്ടോറിയൽ ഈക്വൽ ടു 56 അല്ലേ.
എന്ത് കിട്ടി നമുക്ക്? n+3 ഇൻറ്റു n+2 എന്ന് പറയുന്നത് 56 ആണ്. അപ്പൊ ഈ n+2 n+3 എന്ന് പറയുമ്പോഴേ തൊട്ടടുത്തുള്ള രണ്ട് നമ്പർ അല്ലേ? ഏതാ തൊട്ടടുത്തുള്ള രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 56, അതായത് 56 കിട്ടുന്നത്? 7 ഇൻറ്റു 8 അല്ലെ? അതില് വലുത് 8 അല്ലേ? എന്ന് പറഞ്ഞാൽ n+3 8 കൊടുക്കുക, n+2 നമ്മൾ എന്ത് കൊടുക്കുക? 7 കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ മതി കേട്ടാ. 5ന്റെ കൂടെ 2 കൂട്ടുമ്പോഴല്ലേ 7 കിട്ടണേ? 5ന്റെ കൂടെ 3 കൂട്ടുമ്പോഴല്ലേ 8 കിട്ടണേ? സോ n-ന്റെ വാല്യൂ എത്രയാ? n=5 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് പോയാലോ? എന്താ പറഞ്ഞിരിക്കുന്നത്? എ ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 15 ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 15 എണ്ണം ഉണ്ട് അല്ലേ? എന്നിട്ട് എ സ്റ്റുഡന്റ് അപ്പിയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ ഹാസ് ടു ആൻസർ 10 ക്വസ്റ്റ്യൻ. ഒരാള് ആ എക്സാം ടോട്ടൽ 15 എണ്ണം ഉണ്ട്. അതിൽ ഈ കുട്ടി കമ്പൽസറി ആയിട്ട് എത്ര എഴുതണം? 10 എണ്ണം എഴുതണം, ബാക്കി 5 എണ്ണം വേണ്ട. ഓക്കെ, അപ്പൊ 10 എണ്ണം കമ്പൽസറി ആയിട്ട് എഴുതണം. അതിനകത്ത് തന്നെ ഇനിയുണ്ട്, അത് 10 എണ്ണം എഴുതിയാൽ മതി. അതിനകത്ത് ഇനിയും ഉണ്ടല്ലോ, എന്താ കൊടുത്തേക്കണം? ബട്ട് ദ ക്വസ്റ്റ്യൻസ് 5, 8, 10 ആൻഡ് 15 ആർ കമ്പൽസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 എണ്ണം, 10 എണ്ണത്തിൽ ഈ 4 എണ്ണം, അത് ഈ 4 എണ്ണം ആ കുട്ടി എന്ത് ചെയ്തിരിക്കണം? കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എണ്ണത്തിൽ ഇനി 6 എണ്ണം കൂടിയല്ല അപ്പൊ ചോയ്സ് ഉള്ളൂ. ബാക്കി 4 എണ്ണം കമ്പൽസറി അല്ലേ? അപ്പൊ 6 ചോയ്സ് അല്ലേ കുട്ടിക്ക് എഴുതാനായിട്ടുള്ളൂ. ശരി, ഇനി 15 എണ്ണത്തില് ടോട്ടൽ 15 എണ്ണം ഉണ്ടായി അല്ലെ? 15 എണ്ണത്തില് ഈ കുട്ടിയുടെ കയ്യില് 4 എണ്ണം കമ്പൽസറി ആയിട്ട് എഴുതണം. അപ്പൊ അതിൽ നിന്നും ചോയ്സ് വരുന്നത് എത്രയാ? 15 - 4 എത്രയാ? 11. കുട്ടിക്ക് ഇനി സെലക്ഷൻ എത്ര എണ്ണേ ഉള്ളൂ? 11 സെലക്ഷൻ ഉള്ളൂ. അതും എത്ര എണ്ണ പറ്റുള്ളൂ? 6 എണ്ണല്ലേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 11C6 അല്ലേ? 11C6 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ ചെയ്യാ? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 11 - 6 ഫാക്ടോറിയൽ കേട്ടാ. അപ്പൊ എന്താണ് NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താം? 11 - 6 5 വരെ, അപ്പൊ ചെറുതാ അല്ലെ? അപ്പൊ 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 വരെ നിർത്തി. അത് കഴിഞ്ഞ് വരുന്ന 6 ഫാക്ടോറിയൽ ഈ 6 ഫാക്ടോറിയൽ ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടാ. പിന്നെ ബൈ 11 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? എന്ന് വെച്ചാൽ 5 ഫാക്ടോറിയൽ അല്ലേ അത്? എന്ന് പറഞ്ഞാൽ അത് എത്രയാ? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2. കറക്റ്റ് അല്ലേ? അതിൽ നമുക്ക് ചറപറ 4 അതെ 4ഉം 2ഉം ചേർത്ത് എനിക്ക് 8നെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അതേപോലെ 3നെ 3 ഇവിടെ കട്ട് ചെയ്യാം. പിന്നെ അതേപോലെ 5 10ല് കട്ട് ചെയ്തു 2. ഇപ്പൊ നമ്മുടെ കയ്യില് 7 ഉണ്ട്. അതേപോലെ തന്നെ നോക്കിയേ 2 ഇൻറ്റു 3 എത്രയാ? 5 അല്ലേ? 5 ഇൻറ്റു 7 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ഇൻറ്റു 2 6, 6 7 7 42 അല്ലേ? എന്ന് പറഞ്ഞാൽ 11 ഇൻറ്റു 42 അല്ലേ നമുക്ക് കിട്ടാൻ പോണേ? ഇത് ചെയ്യാൻ ഒരു എളുപ്പമാർഗം ഉണ്ട്. 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ ആദ്യം ദേ ഈ 2 എഴുതാം. അത് കഴിഞ്ഞിട്ട് 4 + 2 അത് എത്രയാ? 6 എഴുതാം. മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ അറ്റത്ത് കിടക്കണ 4 പെറുക്കി എഴുതാം. ഇത്രയുള്ള പരിപാടി കേട്ടാ. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യം വൺസ് പ്ലേസിൽ നിന്ന് തുടങ്ങാം. പിന്നെ കൂട്ടി 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 അങ്ങനെ എഴുതാം. എത്ര കിട്ടി നമുക്ക്? 462 കിട്ടി അല്ലേ? നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 10C2 + 10C3 + 10C4 up to 10C10. ഇത് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷനിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഇതുപോലത്തെ ഒരെണ്ണം അല്ലേ? അതെങ്ങനെയായിരുന്നു? NC0 എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ വന്നിട്ട്? 2n എന്ന് പറയുന്നത് NC0 + NC1 + എക്സെട്ര അപ് എവിടെ വരെ ഉണ്ട്? NCN ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ വെച്ച് നോക്കുമ്പോഴേ n-ന് പകരം 10 ഇട്ട് കൊടുത്തേ. ഇവിടെ ആരുടെ കുറവുള്ള? ഇതിന്റെ ഫ്രണ്ടിൽ 2 ആൾക്കാരുടെ കുറവല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2n എന്ന് പറഞ്ഞ ഇത് അപ്ലൈ ചെയ്യൂ. എന്താ വരാ? NC0 +10C0 + 10C1 + എക്സെട്ര 10C10 അല്ലേ? അതിനകത്ത് 10C2 തൊട്ട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ 2 തൊട്ടുള്ളവരുടെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ റിക്വയർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2^10 - 10C0 - 10C1 ചെയ്താൽ മതിയല്ലോ നമുക്ക് ഡയറക്റ്റ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എത്രയാ? 2^10 - 2^10
ഈ 10C0 എന്ന് പറയുന്നത് എത്രയാ? 1 അതേപോലെ 10C1 എന്ന് പറയുന്നത് എത്രയാണ്? 10 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2⁻10 - 11 ചെയ്താൽ മതി. അപ്പൊ അതേതാ വരുന്നത്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6th one ആണ്. ഇൻ എ പോളിഗൺ ദ നമ്പർ ഓഫ് ഡയഗണൽ ഇസ് 3 times. അപ്പൊ നമ്പർ ഓഫ് ഡയഗണൽ ഇസ് 3 times ദ നമ്പർ ഓഫ് സൈഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഡയഗണൽ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു ഡയഗണൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എത്ര പോയിന്റ് വേണം? 2 പോയിന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 പോയിന്റുകൾ കണക്ട് ചെയ്യുന്ന ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് NC2 അല്ലേ? പക്ഷെ 2 പോയിന്റുകൾ കണക്ട് ചെയ്യുന്ന എല്ലാവരും ഡയഗണൽ ആണോ? അല്ല അല്ലെ? അതിനകത്ത് എത്ര പേരുണ്ട് ഡയഗണൽ അല്ലാത്തത്? സൈഡുകൾ ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് NC2 ആ സൈഡുകളുടെ എണ്ണം മൈനസ് ചെയ്തൂടെ? അപ്പൊ N എന്ന് പറഞ്ഞ N സൈഡഡ് പോളിഗന്റെ 2 പോയിന്റുകൾ കണക്ട് ചെയ്യുന്ന ടോട്ടൽ എണ്ണം NC2. അതിനകത്ത് നിന്ന് നമ്മൾ ഡയഗണൽ എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് സൈഡ്സ് അങ്ങോട്ട് മൈനസ് ചെയ്ത് കളഞ്ഞേക്കാം. ഇതല്ലേ ഇപ്പൊ ഡയഗണലിന്റെ എണ്ണം? അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എ പോളിഗൺ ദ നമ്പർ ഓഫ് ഡയഗണൽ ഈസ് 3 times the number of side എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 3 into n എന്നല്ലേ അർത്ഥം? ഇത് നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ പോരെ? പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം കേട്ടാ. അപ്പൊ ഈ NC2 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n in 2 ഫാക്ടോറിയൽ ഇൻറ്റു n minus 2 ഫാക്ടോറിയൽ. ശരിയല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ മൈനസ് n അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരാ? പ്ലസ് ആയില്ലേ? അപ്പം 3n plus n എത്രയാ? 4n എന്ന് കിട്ടി അല്ലെ? സോൾവ് ചെയ്തെടുക്കാലോ. അപ്പൊ സോൾവ് ചെയ്തെടുക്കുമ്പോ എന്താ വരാ? n ഫാക്ടോറിയൽ ആണ് വലുത് അല്ലെ? അപ്പൊ ഞാൻ അവിടെ n into n minus 1 into n minus 2 ഫാക്ടോറിയൽ വരെ എത്തിച്ചു. ഡിവിഷനില് 2 ഫാക്ടോറിയൽ 2 ആണ് ഇൻറ്റു n minus 2 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ എഴുതിട്ടാ. ഈക്വൽ ടു 4n ആയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കി n minus 2 ഫാക്ടോറിയൽ കട്ട് ചെയ്യാൻ പറ്റിയില്ലേ നമുക്ക്? ഇനി ബാക്കി ആരൊക്കെയുള്ള? n into n minus 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 4n ആണ് അല്ലെ? നോക്ക്, വീണ്ടും ഈ n ഈ n കട്ട് ചെയ്തോടെ. എങ്കിൽ n minus 1 എന്ന് പറയുന്നത് 8, n ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 9 എന്ന് കിട്ടി അല്ലെ? എന്ന് പറഞ്ഞാൽ എത്രയാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡേഞ്ചർ ആണ് അല്ലെ? വിത്ത് ദ വൊവൽസ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ. വൊവൽസ് എന്തിലായിരിക്കണം? ആൽഫബറ്റിക്കൽ ഓർഡർ ആയിരിക്കണം അല്ലെ? നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ വൊവൽസ് ആൽഫബറ്റിക്കൽ ഓർഡർ എന്നല്ല പറയണേ. ഇവിടെ വൊവൽസ് ആരൊക്കെ ഉണ്ട്? എ ഉണ്ട്, അതേപോലെ തന്നെ ഇ ഉണ്ട് അല്ലെ? അപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ അവരെന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം എ വരണം, പിന്നെ ഇ വരണം, അത്രയല്ലേ ഉള്ളൂ. ഇവര് ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? DANGER എന്ന് പറയുമ്പോ 6 ആൾക്കാരില്ലേ? ഇവിടെ നോക്കിയേ, അതിനകത്ത് എയിൽ തുടങ്ങി ഇയിൽ അവസാനിക്കുന്ന, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഫസ്റ്റ് ആളും ഇ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ആളും ഞാൻ എക്സാമ്പിളിന് പറയുന്നതാണ്. ഇതുപോലെ തന്നെ ഇടയിൽ വന്നാലും സെയിം കൺസെപ്റ്റ് ആണ് കേട്ടോ. അതിലിപ്പോ ഒരു അങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് വരിക്കും. അത്ര ആൾക്കാർ തന്നെ എന്തായാലും ഇയിൽ തുടങ്ങി എയിൽ അവസാനിക്കുന്ന ആൾക്കാർ ഉണ്ടാവൂല. നോക്ക്, ഇവര് ലാസ്റ്റ് വരുന്ന അതേ കൺസെപ്റ്റ് തന്നെ അങ്ങോട്ട് ഇടയിൽ വരുമ്പോ നമുക്ക് വരുമ്പോ ഇത്രയേ ഉള്ളൂ. എ ആയിരിക്കണം ഫസ്റ്റ് വരുന്ന ആള്, അതേപോലെ തന്നെ ഇ ആയിരിക്കണം രണ്ടാമത് വരുന്ന ആള്. അത്രേ നമുക്കുള്ളൂ. എങ്കിലും ഇവരെ ടോട്ടൽ എണ്ണം സെയിം അല്ലേ? അതായത് ഈ എണ്ണം എന്ന് പറയുന്നത് തന്നെയാണ് ഈ എണ്ണം എന്ന് വരുന്നത്. ശരിയല്ലേ? നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഇവർ രണ്ടുപേരുള്ളവരുണ്ടാവും സുഖ. ടോട്ടൽ നമുക്കറിയാം 6 ഫാക്ടോറിയൽ ആണ് അല്ലെ? ശരിയല്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് എയിൽ തുടങ്ങി ഇയിൽ അവസാനിക്കുന്ന ആളെ മാത്രം മതി. അത് എയിൽ സ്റ്റാർട്ടിങ് എ ആവണം നിർബന്ധമില്ല. സെക്കൻഡ് എ വന്നിട്ട് തേർഡ് ഇ ആയാലും കുഴപ്പമില്ല അങ്ങനെ. പക്ഷെ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കണം എന്നേ ഉള്ളൂ. എങ്കിൽ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 അല്ലേ ചെയ്യണ്ടേ? എന്ന് പറഞ്ഞാൽ അതേതാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. പോയാലോ? 5 players are to be selected out of 10 players. അപ്പൊ ആദ്യം 10 പേരുണ്ട്. അതിൽ നിന്ന് നമ്മൾ എത്ര പേരെ സെലക്ട് ചെയ്തെടുക്കണം? 5 പേരെ സെലക്ട് ചെയ്തെടുക്കണം അല്ലെ? ഇനി the number of ways the selection can be made if 3 players are to be always included. അതായത് 10 എണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അല്ലെ? 10 എണ്ണത്തിൽ 5 എണ്ണം സെലക്ട് ചെയ്യണം. അതില് ഓൾറെഡി 3 പേര് സെലക്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 10ൽ നിന്നല്ലല്ലോ നമുക്ക് സെലക്ഷൻ വരുന്നത്. നമുക്കിനി 7ൽ നിന്നല്ലേ സെലക്ഷൻ വരുന്നത്. അത് എത്ര പേരെ നമ്മൾ സെലക്ട് ചെയ്താൽ മതി? 2 പേരെ സെലക്ട് ചെയ്താൽ മതി. ശരിയല്ലേ? കാരണം 5നകത്ത് 3 പേര് ഓൾറെഡി ഇൻക്ലൂഡ് ആയി. ഇനി നമുക്ക് 2 പേരല്ലേ വേണ്ടു. ശരിയല്ലേ? അടുത്ത വരി.
അടുത്ത വരി എന്താ പറഞ്ഞേ, 2 players are always excluded. 2 പ്ലേയേഴ്സിനെ എടുക്കണില്ല എന്ന് പറഞ്ഞാൽ ഈ ടീമിക്ക് ആരും ഇപ്പോഴും കേറില്ലല്ലോ, രണ്ടുപേരെ നമ്മൾ പുറത്താക്കിന്നല്ലേ പറഞ്ഞേക്കണേ. എന്ന് പറഞ്ഞാൽ ടോട്ടൽ എണ്ണത്തിന്നല്ലേ ആ രണ്ടിന്റെ കുറവ് സംഭവിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എണ്ണല്ലേ, അപ്പൊ നമ്മുടെ കയ്യിൽ ഇനി 5 പേരേ ഉള്ളൂ. അതിൽ നിന്ന് എത്ര എണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം? 2 എണ്ണം സെലക്ട് ചെയ്യണം, ശരിയല്ലേ? ദാറ്റ് ഈസ് 5C2 ways. അത് എത്രയാ? 10 ways ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ എ ആണ്. പ്രോബ്ലത്തിലേക്ക് പോയാലോ. ദ നമ്പർ ഓഫ് 4-digit numbers ഗ്രേറ്റർ ദാൻ 4000. 4000-നേക്കാളും കൂടുതൽ വേണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോ 4 ഡിജിറ്റ് ആണ്. അപ്പൊ 1, 2, 3, 4 അല്ലെ. 4000-നേക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ ഇതിന് ഇനി ഇവിടെ 0-നോ 1-നോ, അതായത് നമ്മളുടെ 1000-ന്റെ പ്ലേസിൽ ഇനി ഇവിടെ 0-നോ 1-നോ 2-നോ 3-നോ പറ്റുമോ? ഇല്ല അല്ലെ. ആകെ വരുവാണെങ്കിൽ ആർക്കാ പറ്റുള്ളൂ? 4-നോ അല്ലെങ്കിൽ 5-നോ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000-ന്റെ പ്ലേസിൽ 10,000-ന്റെ പ്ലേസിൽ എത്ര 1000-ന്റെ പ്ലേസിൽ എത്ര ചാൻസുകൾ ഉണ്ട്? ഇനി ആകെ 2 ചാൻസ് അല്ലേ ഉള്ളൂ, ശരിയല്ലേ? ഇനി ആ 2 പേരിൽ, അതായത് ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര പേരുണ്ട്? ടോട്ടൽ നമ്മുടെ കയ്യിൽ 6 പേരുണ്ട് അല്ലെ. പക്ഷെ 6 പേരിൽ ഒരാൾ ഇവിടെ ആരെങ്കിലും ഇരുന്നുണ്ടാവില്ല. either 4 or 5 അവിടെ ഇരുന്നിട്ടുണ്ടാവൂലോ. അതാരാ നമുക്കറിയില്ല. പക്ഷെ 2 ചാൻസുകളാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ 5 പേരല്ലേ ഉള്ളൂ. നമുക്ക് എത്ര പ്ലേസിലാ ഇനി അവർ ഇരുത്തേണ്ടത്? നമുക്ക് അവർ ഇരുത്തേണ്ടത് 3 പ്ലേസിലല്ലേ, ഇതിലും ഇതിലും ഇതിലും, ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാ? 5p3 waysലല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുള്ള രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 into 5p3 ways അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു 120 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ദ നമ്പർ ഓഫ് ലോക്കൽ ടെലിഫോൺ നമ്പർ വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് 7 ഡിജിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം എത്രയാണ്? 7 ഡിജിറ്റ് ആണ് അല്ലെ. 1, 2, 3, 4, 5, 6, 7 7 ഡിജിറ്റ് വേണം. അതിനകത്ത് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഇഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ഈസ് 2. അതായത് ഫസ്റ്റ് ഡിജിറ്റ് എന്തുണ്ട്? ഫിക്സ്ഡ് ആണ്. അത് 2 തന്നെ ആവണം. അന്ന് പറഞ്ഞാൽ എത്ര വേസ് അത് പറ്റി? 1 വേസ് പറ്റി അല്ലെ, ശരിയല്ലേ? അടുത്ത എന്താ പറഞ്ഞേക്കണ അവര് ടെലിഫോണിന്റെ കാര്യത്തില്? സെക്കൻഡ് ഡിജിറ്റ് ഈസ് 3. സെക്കൻഡ് ഡിജിറ്റ് ഓൾവേസ് 3 തന്നെ വേണം. അപ്പൊ അത് എത്ര വേസാ? 1 വേസ് അല്ലെ. ഈ 1 എന്ന് പറയുന്നത് എത്ര സാധ്യതകളാണ് കേട്ടാ. 1 വേസ് ആണ് അവിടെയും പറ്റുള്ളൂ, ശരിയല്ലേ? ഇനി തേർഡ് ഡിജിറ്റ് ഈസ് 4, 5 or 6. അപ്പൊ 4 വരാം, ഓർ 5 വരാം, അല്ലെങ്കിൽ 6 വരാം. എങ്ങനെ വന്നാലും ഒരാൾക്കാണ് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ അറ്റ് എ ടൈം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ചാൻസ് ഉണ്ട്? 3 വേസ് ഉണ്ടല്ലോ അവിടെ, കറക്റ്റ് അല്ലേ? ഇനി ബാക്കി എത്ര ഉണ്ട് നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ടോട്ടല് ഒരു നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് സാധാരണ നമ്മുടെ കയ്യില്, അത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 0 തൊട്ട് 9 വരെ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണല്ലേ. 10 എണ്ണത്തിൽ ഇതാ ഫസ്റ്റ് പൊസിഷനിൽ ഒരാളിരുന്നു, സെക്കൻഡ് പൊസിഷനിൽ ഒരാളിരുന്നു, ഇവിടെയും ഒരാളിരുന്നു അല്ലെ. ബാക്കി എത്ര പേര്? 4, 5, 6 സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 4, 5, 6 ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കില്ല. either 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 എന്നാണ് ഒരാളല്ലേ ഇരിക്കുള്ളൂ. അപ്പൊ 3 എണ്ണല്ലേ തീർന്നേ. അപ്പൊ ബാക്കി നമ്മുടെ കയ്യിൽ 10 എണ്ണത്തിൽ 7 എണ്ണല്ലേ. ഇനി ഇവിടെ എത്ര പ്ലേസുകൾ ഉണ്ട്? 1, 2, 3, 4 സ്ഥലങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതെന്താ വരാ? 7p4. അപ്പൊ ആദ്യത്തത് 1, പിന്നത്തതും 1, പിന്നത്തത് 3 into 7p4 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 7p4 ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഈക്വൽ ടു 2520. ദാറ്റ് ഈസ് 2520 എന്ന് പറഞ്ഞാൽ അത് ഏതാ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11ാമത്തെ. ഡിഫറെന്റ് വേർഡ്സ് ആർ ഫോംഡ് വിത്ത് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇക്വേഷൻ. ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലെ. അതിനകത്ത് ഇൻ എം വേർഡ്സ് ദ കൺസണൻസ് ആർ നെവർ ടുഗെദർ ആൻഡ് എൻ എന്ന് പറയുന്നതോ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ക്യൂ ആൻഡ് എൻഡ് വിത്ത് ടി. ശരിയല്ലേ? അത് സുഖം നമുക്ക്. ക്യൂയിൽ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് ടിയിലാന്നായിരിക്കും. എങ്കിൽ എത്ര പേരുണ്ട് നോക്കിയാൽ ടോട്ടൽ നമുക്ക് എത്ര പേരുണ്ട്? 3, 3, 6, 2, 8 പേരുണ്ട് അല്ലെ. 8 പേരിൽ 2 പേര് ഇവിടെ കഴിഞ്ഞില്ലേ? 8 പേരിൽ 2 പേര് ഇവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി 6 പേരല്ലേ ഉള്ളൂ. ഇവിടെ റിപ്പീറ്റേഷൻ ആരും ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് 6 ഫാക്ടോറിയൽ വേസ് ചെയ്താം. സോ എന്നിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 6 ഫാക്ടോറിയൽ കിട്ടി. ഓക്കെ അല്ലെ? ഇനി നമുക്ക് എമ്മിന്റെ കാര്യം നോക്കാം. എം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? സത്യത്തിൽ എം എന്ന് പറയുന്നത് ഫോംഡ് ബൈ ദ ലെറ്റർ ആണ്. എം കൺസണൻസ് ആർ നെവർ
ടുഗെദർ. കൺസണൻസ് ഒരുമിച്ച് വരാനായിട്ട് പാടില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പൊ അങ്ങനെയാണെങ്കിൽ കൺസണൻസ് വരുന്ന സ്റ്റേജ് ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ. ടോട്ടൽ വേസ് എന്ന് പറയുന്നത് എന്താ വരാ? ടോട്ടൽ വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് 8 ആൾക്കാരില്ലേ, അതുകൊണ്ട് 8 ഫാക്ടോറിയൽ അല്ലേ. ഇനി കൺസണൻസ് ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ കൺസണൻസ് ആരൊക്കെയുണ്ട്? ക്യൂ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ടി ഉണ്ട്, പിന്നെ എൻ ഉണ്ട് അല്ലെ. 3 പേരല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവര് നമ്മളുടെ എന്താ വൊവൽസ് അല്ലേ. എന്താണ് ബാക്കി മൊത്തം 8 പേരായതുകൊണ്ട് ബാക്കി 5 പേര് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യണത് ഇങ്ങനെയാണ്. ഇതിന് ഒരൊറ്റൊരു ലെറ്റർ ആയിട്ട് വിചാരിക്കുക. അങ്ങനെ ടോട്ടൽ നമ്മളുടെ കയ്യിൽ 6 ആൾക്കാരല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ 6 ഫാക്ടോറിയൽ വേസിൽ ഇൻറ്റു ഈ ക്യൂ ടി എന്ന് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാലോ, 3 ഫാക്ടോറിയൽ. അപ്പൊ 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ വേസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൺസണൻസിനെ അടുപ്പിച്ചു വരുന്ന വേസ്. നമുക്ക് വേണ്ടത് എന്താ? അടുപ്പിച്ചു വരാൻ പാടില്ല അല്ലെ, ഒരുമിച്ച് വരാൻ പാടില്ല അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എമ്മിന്റെ വാല്യൂ എന്താ? 8 ഫാക്ടോറിയൽ. അതായത് ടോട്ടലിൽ നിന്ന് 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയില്ലേ. ഇനി ഇവര് എന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? എം ഡിവൈഡഡ് ബൈ എൻ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 8 ഫാക്ടോറിയൽ മൈനസ് 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ അല്ലേ പറഞ്ഞേക്കണേ. നോക്കിയാൽ എനിക്ക് ന്യൂമറേറ്ററിൽ നിന്ന് 6 ഫാക്ടോറിയൽ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8 6 ഫാക്ടോറിയൽ പോർന്നു കഴിയുമ്പോൾ ബാക്കി അവിടെ ആരോളെ? 8 പോന്നു കഴിഞ്ഞാൽ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ അല്ലെ. അപ്പൊ എനിക്ക് 8 ഇൻറ്റു 7 അല്ലേ ബാക്കിയുള്ള 8 എത്രയാ? 56 മൈനസ്. ഇനി ഈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ പോയി, ബാക്കി 3 ഫാക്ടോറിയൽ അല്ലെ. എന്ന് പറഞ്ഞാൽ അത് എത്ര? 3 ഫാക്ടോറിയൽ 6 അല്ലേ. അപ്പൊ അതെന്തായി മാറി? ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ചെയ്തപ്പോ 6 ഫാക്ടോറിയൽ ക്യാൻസൽ ആയി പോയി. കറക്റ്റ് അല്ലേ. 56 6 പോയാൽ നമുക്ക് എത്ര ആൻസർ? 50 അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. There are 8 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ടോട്ടല് 8 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഇൻ ആൻ എക്സാമിനേഷൻ ഇഫ് ദ ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ഹാവ് 4 ചോയ്സസ്, അതായത് ആദ്യത്തെ 4 ക്വസ്റ്റ്യന് 4 ചോയ്സുകൾ ഉണ്ട്. അതേപോലെ അടുത്ത എന്താ പറയണേ? അടുത്ത 4 എത്ര ചോയ്സ് ഉണ്ട്? 5 ചോയ്സ് ഉണ്ട് അല്ലെ. കറക്റ്റ് അല്ലെ. അതായത് അടുത്ത 4 എന്ന് പറയുമ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യന് 4 ചോയ്സ്, അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? അപ്പൊ ഒരു ക്വസ്റ്റ്യന് 4 ചോയ്സ്, അതുപോലെയുള്ള 4 എന്ന് പറഞ്ഞാൽ അത് 4:4 അല്ലേ. അതിന്റെ അർത്ഥം എങ്ങനെയാ? 4 ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേന് 4 ചോയ്സ്, പിന്നത്തേന് 4 ചോയ്സ്, പിന്നത്തേന് 4 ചോയ്സ്, പിന്നത്തേന് 4 ചോയ്സ്. ശരിയല്ലേ. എന്ന് പറഞ്ഞാൽ 4:4 അല്ലേ വരുന്നത്. ഇതേപോലെ തന്നെയല്ലേ നമുക്ക് അടുത്തത് വരാൻ പോണത്. അടുത്ത എന്താ വരാൻ പോണത്? അവിടെ ഇതേപോലെ തന്നെ 1 2 3 4 4 അല്ലെ. ഓരോന്നിനും ഈ 4 ഓരോന്നിനും 5 ചോയ്സ് ഉണ്ട്. ശരിയല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാ? 5:4 അല്ലേ. അപ്പൊ 4:4 ഇൻറ്റു 5:4 പവർ സെയിം ആയ കാരണം എനിക്ക് സുഖമായിട്ട് അതിനെ 20:4 എഴുതാം. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ശരിയല്ലേ. നമുക്കിനി 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? There are 6 lamps in a hall. ടോട്ടൽ എത്ര ലാമ്പ് ഉണ്ട്? 6 ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിലേ ഒരു ലാമ്പിന് എത്ര ചാൻസാ? ഒന്നില്ലെങ്കിൽ ഓഫ് അല്ലെങ്കിൽ ഓൺ അല്ലേ. അപ്പൊ ഒരു ലാമ്പിന് 2 ചാൻസ് ആണുള്ളത്. ശരിയല്ലേ. ഒരു ലാമ്പിന് 2 ചാൻസ് ആണെങ്കിൽ ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് 2:6 അല്ലേ. ഇപ്പൊ ഇത് അതേ കൺസെപ്റ്റ് തന്നെ. ഒരെണ്ണം അത് 6 ഉണ്ട്. ഒരെണ്ണത്തിന് 2 പിന്നത്തേന് 2 അങ്ങനെ 6 വരും. സോ 2:6 വന്നു. ഇനി ഇവരെന്താ പറഞ്ഞേക്കണേ? ദ നമ്പർ ഓഫ് വേസ് ദാറ്റ് ഹാൾ ക്യാൻ ബി ഇലുമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉണ്ടായാൽ മതി. അതിപ്പോ ഒരെണ്ണം കത്താലും ലൈറ്റ് ഉണ്ടെന്നല്ല പറയാ. അപ്പൊ ലൈറ്റ് ഉണ്ടാവാത്ത കേസ് കൊണ്ട് മൈനസ് ചെയ്താൽ പോരെ. ലൈറ്റ് ഉണ്ടാവാത്ത കേസ് എന്ന് വെച്ചിട്ട് അർത്ഥം എല്ലാ സ്വിച്ച് ഓഫ് ആവണ്ടേ. അങ്ങനെ എത്ര കേസ് ഉണ്ട്? ഒരെണ്ണല്ലേ ഉള്ളൂ. എല്ലാ സ്വിച്ച് ഓഫ് ആവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വിച്ചും ഓഫ് ആവുന്ന കേസ് മൈനസ് ചെയ്താൽ അതിന്റെ അർത്ഥം ഒരു സ്വിച്ചെങ്കിലും ഒരു ബൾബെങ്കിലും കത്തും എന്നല്ലേ അർത്ഥം. ശരിയല്ലേ. അതായത് എല്ലാ ബൾബും ഓഫ് ആകുന്ന കേസ് ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? ഒരു ബൾബെങ്കിലും കത്തുന്ന കേസ്. അങ്ങനെയാണെങ്കിൽ റൂമിൽ ലൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് 2:6 മൈനസ് 1 ആണ്. അതെത്ര? നമുക്ക് 2:6 64 അല്ലേ. അപ്പൊ 64 മൈനസ് 1 63 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്തത് 14ാമത്തെ നോക്കിയേ. ഇഫ് 780 chords are obtained out of n points of a circle.
എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കണേ. ഈ കോഡും ഡയഗണലൊക്കെ ഒരേപോലെ തന്നെ. ഡയഗണൽ വന്നപ്പോ നമുക്ക് അവിടെ ആ സൈഡ് മൈനസ് ചെയ്യേണ്ടി വന്നു. ഇവിടെ കോഡ് എന്ന് പറയുമ്പോ എങ്ങനെ വരച്ചാലും കുഴപ്പമില്ലല്ലോ, 2 പോയിന്റ് ഉണ്ടാവുന്നതല്ലേ. ദാറ്റ് മീൻസ് NC2 എന്ന് പറയുന്ന ആളല്ലേ 780 എന്ന് പറയുന്നത്. NC2 എന്ന് പറയുമ്പോ എന്താ, നേരത്തെ ചെയ്തത് നമ്മൾ കേട്ടാ. സാരില്ല, ഒന്നുകൂടെ എഴുതാം. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ അല്ലേ. അപ്പൊ ഈ ഈക്വൽ ടു 780 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ n ഫാക്ടോറിയലിന് എനിക്ക് n ഇൻറ്റു n മൈനസ് 1 എഴുതിക്കൂടെ. n മൈനസ് 2 വരുമ്പോ താഴത്തേട്ട് കട്ട് ചെയ്ത് പോയി. അപ്പൊ n ഇൻറ്റു n മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡിവിഷനിൽ ഒന്ന് n മൈനസ് 2 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ 780 ഇൻറ്റു 2 അല്ലേ, അതും ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിലേക്ക് നമുക്ക് മറ്റേ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി എടുക്കാം കേട്ടാ. n സ്ക്വയർ മൈനസ് n മൈനസ് 1560 എന്ന് കാട്ടിക്കൂടെ നമുക്ക് അതിനെ. ഈക്വൽ ടു 0 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്തോ. അപ്പൊ നമുക്ക് n-ന്റെ വാല്യൂ എത്ര കിട്ടും, 40 കിട്ടും. എന്ന് പറഞ്ഞാൽ അത് എത്രയാ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15ാമത്തെ 5 people ABCD are to give lecture on a topic. അതായത് 5 പേര് ചേർന്നിട്ട് ഒരു ക്ലാസ് എടുക്കുന്നു ഒരു മീറ്റിംഗിൽ. ദ നമ്പർ ഓഫ് വേസ് ദ ഓർഗനൈസർ കെൻ അറേഞ്ച് ദ ഓർഡർ ഓഫ് ദെയർ പ്രസന്റേഷൻ. നോക്കിയേ, ഒറ്റ ടൈം എന്തായാലും ഒരാളല്ലേ എടുക്കുള്ളൂ, കുറെ പേരൊന്നും ഉണ്ടാവില്ലല്ലോ, ഒക്കെ സെപ്പറേറ്റ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് എന്തായാലും 5 സെഷൻ അല്ലേ ഉണ്ടാവുക, 1 2 3 4 5 സെഷനിൽ ഉണ്ടാവുക. അതില് ആദ്യം എടുക്കാൻ എത്ര പേർക്ക് ചാൻസ് ഉണ്ട്, 5 പേർക്കും വേണമെങ്കിൽ ആദ്യം എടുക്കാം അല്ലെ. പക്ഷെ ഒരാൾ അവിടെ എടുത്തു കഴിഞ്ഞോ, പിന്നെ 4 പേർക്കല്ലേ ചാൻസ് ഉള്ളൂ. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, 5 ഫാക്ടോറിയൽ അല്ലേ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാ, 120 ആണ്. സോ ദ ആൻസർ ഈസ് 120, ഓപ്ഷൻ എ. അപ്പൊ നമ്മളിവിടെ 15 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് ഇതിനകത്ത് ഒരുവിധം എല്ലാതും ഇതുപോലെയൊക്കെ ടൈപ്പുള്ള കണക്കുകളൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.